ഹലോ ഓൾ, നമ്മളിന്ന് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ട്സിലെ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് മീൻ ബൈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. നമ്മൾ ഓൾറെഡി രണ്ട് ബയാസിങ് സർക്യൂട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടും കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ടും. സോ നമ്മൾ ഫൈനൽ ബയാസിങ് സർക്യൂട്ടായ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെയും കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ടിൻ്റെയും സർക്യൂട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ കാണാം. ആ ട്രാൻസിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 റെസിസ്റ്റേഴ്സാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഈ കളക്ടർ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 റെസിസ്റ്റർ കണക്ട് ചെയ്യും. RC എന്നുള്ള റെസിസ്റ്ററും RE എന്നുള്ള റെസിസ്റ്ററും അല്ലേ. പിന്നെ വരുന്നത് ബേസ് ടെർമിനലാണ്. ബേസ് ടെർമിനൽ കറസ്പോണ്ടിങ് ആയിട്ട് 2 റെസിസ്റ്റർ വരും. R1 റെസിസ്റ്ററും R2 റെസിസ്റ്ററും അല്ലേ. ഈ രീതിയിലുള്ളൊരു ബയാസിങ് അറേഞ്ച്മെൻറ്റിനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോമ്പണൻസും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്കതിൻ്റെ തിയററ്റിക്കൽ പോർഷൻ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ദിസ് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ബയാസിങ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ടു എ ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച ബയാസിങ് സർക്യൂട്ടിൽ ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ബയാസിങ് സ്കീം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ ഏത് ആംപ്ലിഫയർ സർക്യൂട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു അറേഞ്ച്മെൻറ്റിലായിരിക്കും നമ്മൾ ആംപ്ലിഫയർ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. So in this method, 2 resistance R1 and R2 are connected across the supply voltage VCC and provide biasing. അപ്പോൾ നിങ്ങൾ നോക്ക്, നോർമലി RC, RE ഒക്കെ കളക്ടർ ടെർമിനലും എമിറ്റർ ടെർമിനലും കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റേഴ്സാണ്. ബേസ് ടെർമിനലിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2 റെസിസ്റ്റേഴ്സാണ് വരുന്നത്, R1 എന്നുള്ള റെസിസ്റ്ററും R2 എന്നുള്ള റെസിസ്റ്ററും. ഓക്കെ, അപ്പോൾ അത് ബേസിനെ ബയാസ് ചെയ്യാനാണ് നമ്മൾ ഈ 2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദ എമിറ്റർ റെസിസ്റ്റൻസ് RE പ്രൊവൈഡ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ എന്താണ് RE എന്നുള്ള റെസിസ്റ്ററിൻ്റെ റോള്? സ്റ്റെബിലൈസേഷൻ, മൊത്തം സർക്യൂട്ടിൻ്റെ സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് RE നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ നെയിം വോൾട്ടേജ് ഡിവൈഡർ കംസ് ഫ്രം ദ വോൾട്ടേജ് ഡിവൈഡർ ഫോംഡ് ബൈ R1 ആൻഡ് R2. ഈ R1നും R2നും ഇൻ ബിറ്റ്വീനായിട്ടൊരു വോൾട്ടേജ് ഡിവൈഡർ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സർക്യൂട്ടിനെ കോമൺലി എന്ത് പറയുന്നത്, വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 ഫോർവേഡ് ബയാസസ് ദി ബേസ് എമിറ്റർ ജംഗ്ഷൻ. This causes the base current and hence collector current flows in the zero signal condition. അത് നമുക്കതിൻ്റെ കറണ്ട് കണ്ടീഷൻ പറയുമ്പോൾ പറയാം. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓരോന്നിൻ്റെയും റോൾ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കളക്ടറിനെ ബയാസ് ചെയ്യാനും എമിറ്ററിനെ ബയാസ് ചെയ്യാനും ബേസിനെ ബയാസ് ചെയ്യാനും ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യും നമ്മൾ അല്ലേ. അപ്പോൾ ഈ ഒരു ബയാസിങ് അറേഞ്ച്മെൻറ്റിന് എന്തുകൊണ്ടാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുകയാണെങ്കിൽ ബേസിന് കറസ്പോണ്ടിങ് ഉള്ള 2 റെസിസ്റ്റേഴ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഇത് നോർമലി ഇതിന് മുന്നേ പഠിച്ച ബയാസിങ് സർക്യൂട്ട് ചെയ്ത പോലെയല്ല ഇതിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് തെവെനിൻസ് തിയറാണ്. തെവെനിൻസ് തിയറം വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൻ്റെ അനാലിസിസ് വളരെ ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളിപ്പോൾ തെവെനിൻസ് തിയറം പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അറേഞ്ച്മെൻറ്റിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു തെവെനിൻ സർക്യൂട്ട് വരയ്ക്കും. ആ തെവെനിൻ സർക്യൂട്ടിൻ്റെ ബേസിലാണ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തെവെനിൻസ് തിയറം നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ എനിക്ക് തരാൻ പറ്റില്ല, കാരണം എന്താ, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ തെവെനിൻസ് തിയർ ഓൾറെഡി നിങ്ങൾ നെറ്റ്വർക്ക് തിയറിയിൽ പഠിച്ചിട്ടുണ്ട് തെവെനിൻസ് തിയർ എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു സർക്യൂട്ട് ജസ്റ്റ് റെഫറൻസ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സർക്യൂട്ട് എങ്കിൽ ഒരു വോൾട്ടേജ് ഡിവൈഡിങ് നെറ്റ്വർക്ക് വരുന്നുണ്ടല്ലേ ബിറ്റ്വീൻ R1 ആൻഡ് R2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സപ്ലൈ വോൾട്ടേജ് ഉണ്ട് V1 അല്ല, ABക്ക് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ദ തെവെനിൻസ് വോൾട്ടേജ് ഈസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അറ്റ് ടെർമിനൽ A ആൻഡ് B. എക്കും ബിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ തെവെനിൻസ് വോൾട്ടേജ് എന്ന് പറയുക. അപ്പോൾ തെവെനിൻസ് വോൾട്ടേജ് നമ്മൾ VTH എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എങ്ങനെയാണ് തെവെനിൻസ് വോൾട്ടേജ് വരുന്നത്? ഓപ്പൺ സർക്യൂട്ടിനെ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സാക്കി മാറ്റും അല്ലേ. സെയിം വേ നമുക്കിപ്പോൾ പറയാം ദ തെവെനിൻസ് റെസിസ്റ്റൻസ് R ഈസ് ദി
resistance seen at AB with all voltage sources are replaced by short circuit and all current sources are replaced by open circuit. അപ്പോൾ നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് തെവെനിൻസ് തിയറം വെച്ച് കണ്ടുപിടിക്കുന്നത്. അതിലൊന്നാണ് വി ടി എച്ച്, ഒന്നാണ് ആർ ടി എച്ച്. എന്താണ് വി ടി എച്ച്? തെവെനിൻസ് വോൾട്ടേജ് ആണ് വി ടി എച്ച്. എന്താണ് ആർ ടി എച്ച്? തെവെനിൻസ് റെസിസ്റ്റൻസ് ആണ് ആർ ടി എച്ച്. അപ്പോൾ എങ്ങനെ നമുക്ക് തെവെനിൻസ് വോൾട്ടേജ് കിട്ടുന്നു? അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഇക്വാലൻ്റ് ആയിട്ട് വരച്ചിരിക്കുന്ന ഒരു തെവെനിൻസ് ഇക്വാലൻറ്റ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ തെവെനിൻസ് ഇക്വാലൻറ്റ് സർക്യൂട്ടിൽ ഇ എന്ന് പറയുന്നത് നമുക്ക് ഇക്വാലൻ്റ് ആയിട്ട് കിട്ടുന്ന തെവെനിൻസ് വോൾട്ടേജ് ആണ്. അതായത് നമ്മൾ ഈ എ ബി എന്നുള്ളൊരു ലൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പൺ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് വരുന്ന വോൾട്ടേജ് ആണ് തെവെനിൻസ് വോൾട്ടേജ്. അത് കണ്ടുപിടിക്കാനൊരു ഫോർമുല ഉണ്ട്, നമുക്ക് നോക്കാം. ഇതുപോലെ തെവെനിൻസ് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? തെവെനിൻസ് റെസിസ്റ്റൻസ് ആണ്. അതെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ തെവെനിൻസ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒറ്റ കണ്ടീഷൻ ഇവിടെ പറയുന്നുള്ളൂ, വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ടത്. The Thevenin's resistance R is the resistance seen at AB with all voltage sources replaced by short circuit and current sources are replaced by open circuit. അപ്പോൾ എവിടെയെങ്കിലും വോൾട്ടേജ് സോഴ്സസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ടായിട്ടും കറണ്ട് സോഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ടായിട്ടും മാറ്റണം. അപ്പോൾ ഇവിടെ കറണ്ടിനെ കുറിച്ച് നിങ്ങൾ ബോധമില്ല, നമ്മളിപ്പോൾ വരച്ച സർക്യൂട്ടിൽ കറണ്ട് സോഴ്സസ് ഇല്ല, പക്ഷേ വോൾട്ടേജ് സോഴ്സസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തിയറം പ്രകാരം നമുക്കിപ്പോൾ നോർമലി ഈ ഒരു തിയറം പ്രകാരം എനിക്ക് എന്ത് ചെയ്യാണ്, ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഈ ഒരു തിയറം പ്രകാരം എനിക്ക് ഓൾറെഡി ഞാൻ വരച്ചിരിക്കുന്ന ഈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അറേഞ്ച്മെൻറ്റിൻ്റെ ബേസ് ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലൻ്റ് മോഡലാണ് ഞാൻ വരച്ചത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നതിൻ്റെ ഇൻപുട്ട് ലൂപ്പ് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഞാനിതിൻ്റെ ഇക്വാലൻ്റ് മോഡൽ വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നത് ഒന്നുമില്ല, ഇതിന് ഞാൻ എക്സാക്ട്ലി എനിക്കിവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഈ വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെൻറ്റിൻ്റെ ഇൻപുട്ട് ലൂപ്പ് മാത്രം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ഒരു ബയാസിങ് അറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ട് ഒരു ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വോൾട്ടേജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെവെനിൻസ് തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടൊരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് വരും. അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. പിന്നെ ഈ രണ്ട് റെസിസ്റ്റൻസ് നമ്മൾ അതുപോലെ വരച്ചു. അപ്പോൾ എക്കും ബിക്കും ഇൻബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇക്വാലൻ്റ് തെവെനിൻസ് മോഡൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി കിട്ടുന്നത് ഇതുപോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്കിപ്പോൾ എക്സാക്ട്ലി കിട്ടുക. തെവെനിൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ R1 ഉം R2 ഉം പാരലായിട്ടാണ് കിട്ടുക. എക്കും ബിക്കും ഇൻബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ R1 പാരലൽ ടു R2 എന്നുള്ള രീതിയിലാണ് നമുക്കിതിൻ്റെ അറേഞ്ച്മെൻറ്റ് കിട്ടുക. അപ്പോൾ നിങ്ങളിത് പഠിക്കുക. തെവെനിൻസ് തിയറം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായവർക്ക് ഇതിൻ്റെ ഈ ഒരു കൺവേർഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മളൊരു തെവെനിൻസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൺവേർഷൻ ഒന്നും കൂടി നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഇൻപുട്ട് മോഡലിനെ നമ്മൾ എങ്ങനെയാക്കി മാറ്റി, ഇതുപോലെയാക്കി കൺവേർട്ട് ചെയ്തു അല്ലേ. എക്കും ബിക്കും ഇൻബിറ്റ്വീൻ ആയിട്ട് ഒരു R1 R2 എന്നുള്ള റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി ഇതിൻ്റെ തെവെനിൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെവെനിൻസ് സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് തെവെനിൻസ് റെസിസ്റ്റൻസും തെവെനിൻസ് വോൾട്ടേജും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സാക്ട്ലി നിങ്ങൾ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ തെവെനിൻസ് റെസിസ്റ്റൻസും തെവെനിൻസ് വോൾട്ടേജും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്രീവിയസ് റെഫറൻസ് ആയിട്ട് നെറ്റ്വർക്ക് തിയറീൻ്റെ വീഡിയോസോ കണ്ടിട്ട് തെവെനിൻസ് തിയറം ഒന്നും കൂടി നിങ്ങൾ റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിൽ ഒരു തെവെനിൻസ് റെസിസ്റ്റൻസും ഒരു തെവെനിൻസ് വോൾട്ടേജും കണ്ടുപിടിക്കാം. നമ്മൾ തെവെനിൻസ് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇതാണ് നമുക്ക് കിട്ടുന്ന തെവെനിൻസ് വോൾട്ടേജ്. ഇത് ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇനീഷ്യൽ സർക്യൂട്ട് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ എക്കും ബിക്കും ഇൻബിറ്റ്വീൻ ആയിട്ടാണ് എക്സാക്ട്ലി തെവെനിൻസ് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. തെവെനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന എക്കും ബിക്കും ഇൻബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് വി ടി എച്ച്. വി ടി എച്ച് ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് R2, നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വരുമ്പോൾ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു മൊത്തം സപ്ലൈ എന്ന് പറയുന്നത് VCC. ഇങ്ങനെയാണല്ലോ വോൾട്ടേജ് ഡിവിഷൻ. സോ ബൈ വോൾട്ടേജ് ഡിവിഷൻ rule we can say it as the Thevenin's voltage generated here will be equivalent to R2 divided by R2 എന്ന് പറയുന്നത് ഇതാണ് R1 plus R2 into VCC. അപ്പോൾ നമ്മളിവിടെ ഏത് റൂളാണ് അപ്ലൈ ചെയ്തത് നോക്കുക, വോൾട്ടേജ് ഡിവൈഡർ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം തെവെനിൻസ് വോൾട്ടേജ് അല്ലേ. ഇതുപോലെ എനിക്ക് തെവെനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. തെവെനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുക്കുന്ന ഈ രണ്ട് റെസിസ്റ്റൻസിനെ
പാരലായിട്ട് നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസ് ആയതുകൊണ്ട് R1 R2 പാരലൽ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ RTH എനിക്ക് കിട്ടും RTH ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. തെവെനിൻസ് വോൾട്ടേജ് എന്താണ്, തെവെനിൻസ് റെസിസ്റ്റൻസ് എന്താണ് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ, എന്താണ് തെവെനിൻസ് തിയറം എന്ന് പറഞ്ഞു. തെവെനിൻസ് തിയറം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇക്വാലൻറ്റ് മോഡൽ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പാരാമീറ്റർ വെച്ചിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ വരച്ചിരിക്കുന്ന ഈ വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു തെവെനിൻസ് ഇക്വാലൻറ്റ് മോഡലാണ് ഞാൻ വരയ്ക്കുന്നത്. തെവെനിൻസ് റെസിസ്റ്റൻസും തെവെനിൻസ് വോൾട്ടേജും വെച്ചിട്ട് ഞാൻ എൻ്റെ ഇക്വാലൻറ്റ് മോഡൽ ഇൻപുട്ട് ലൂപ്പിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു NPN ട്രാൻസിസ്റ്റർ വരച്ചു അല്ലേ, ഒരു ബേസിക് ആയിട്ടുള്ള NPN ട്രാൻസിസ്റ്റർ വരച്ചു. R എന്നുള്ള റെസിസ്റ്റർ അതുപോലെ തന്നെ വരച്ചു. RC എന്നുള്ള റെസിസ്റ്റർ അതുപോലെ തന്നെ വരച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഈ തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്തത് ഏതിനെ അക്രോസ് ആണ് നമുക്കറിയാം. ഇതാണ് എക്സാക്ട്ലി VCC എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി ഒരു തെവെനിൻസ് റെസിസ്റ്റൻസും ഒരു തെവെനിൻസ് വോൾട്ടേജും വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ആ വോൾട്ടേജ് ഡിവിഷൻ അറേഞ്ച്മെൻറ്റിനെ മോഡിഫൈ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു തെവെനിൻസ് റെസിസ്റ്റൻസ് വരയ്ക്കുകയാണ്. തെവെനിൻസ് റെസിസ്റ്റൻസിനെ RTH എന്ന് മാർക്ക് ചെയ്യാം. സെയിം വേ ഞാനൊരു തെവെനിൻസ് വോൾട്ടേജ് വരയ്ക്കുകയാണ്. തെവെനിൻസ് വോൾട്ടേജിന് എനിക്ക് എന്ത് മാർക്ക് ചെയ്യാം, VTH എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മളിപ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അറേഞ്ച്മെൻറ്റിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള തെവെനിൻസ് മോഡലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ VTH എന്താണെന്ന് നമുക്കറിയാം. VTH ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. VTHൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, VTH ഈക്വൽ ടു R2 ഡിവൈഡർ ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC. ഇതാണ് എക്സാക്ട്ലി VTHൻ്റെ വാല്യൂ. വാട്ട് അബൌട്ട് RTH? RTH ഓൾറെഡി നമുക്കറിയാം. RTH ഈക്വൽ ടു R1 R2 ഡിവൈഡർ ബൈ R1 പ്ലസ് R2. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ ഒരു വോൾട്ടേജ് ഡിവിഷൻ ഇക്വാലൻ്റ് അറേഞ്ച്മെൻറ്റ് വരയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്കിത് നീറ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് ഇങ്ങനെ ഇരിക്കും. ഇതുപോലെയാണ് നമ്മൾ ബേസിക്കലി എന്ത് വരയ്ക്കുന്നത്, അതിൻ്റെ തെവെനിൻസ് ഇക്വാലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഇക്വാലൻറ്റ് സർക്യൂട്ടിൻ്റെ ബേസിലാണ് നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തെവെനിൻസ് തിയറം വെച്ചിട്ട് ഒരു ഇക്വാലൻറ്റ് മോഡൽ വരച്ചു. ഇനി നമുക്കതിൻ്റെ അനാലിസിസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഇക്വാലൻറ്റ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻപുട്ട് ലൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു പാർട്ടാണ് നമ്മൾ ഇൻപുട്ട് ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇത്രയും പാർട്ടാണ് ഇൻപുട്ട് ലൂപ്പ്. അപ്പോൾ ഈ ഇൻപുട്ട് ലൂപ്പിൽ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ആണെങ്കിൽ എനിക്കിവിടെ എഴുതാം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VTH ആണ്. VTH ഈക്വൽ ടു മൊത്തം വോൾട്ടേജിൻ്റെ സമ്മാണ് വരിക അല്ലേ. അപ്പോൾ ഫസ്റ്റ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ IB എന്നുള്ള കറൻറ്റും RTH എന്നുള്ള റെസിസ്റ്ററും കൂടി ഉണ്ടാക്കുന്ന ഒരു വോൾട്ടേജ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, IB ഇൻറ്റു RTH എന്ന് എഴുതാം. IB എന്നുള്ളത് കറൻറ്റും RTH എന്ന് പറഞ്ഞാൽ തെവെനിൻസ് റെസിസ്റ്റൻസും പ്ലസ് പിന്നെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ബേസിനും എമിറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു വോൾട്ടേജ് വരുന്നുണ്ട്. ആ വോൾട്ടേജാണ് VBE പ്ലസ് പിന്നെ എനിക്ക് വരുന്ന വോൾട്ടേജ് എക്സാക്ട്ലി ഈ RE എന്നുള്ള റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ട് ഒഴുകുന്ന കറണ്ട് IE ആണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം IE ഇൻറ്റു RE. സോ ഈ ഒരു എക്സ്പ്രഷൻ എനിക്ക് ഇക്വേഷൻ നമ്പർ 1 എഴുതാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് IE. അപ്പോൾ നമ്മളെല്ലാം IB രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ IBയും Iയും നമ്മളുടെ റിലേഷൻഷിപ്പ് നമുക്കറിയാം. IE എന്ന് പറയുന്നത് β+1 ഇൻറ്റു IB ആണ്. ഇത് നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് പഠിച്ചാണ്. അപ്പോൾ IE എന്ന് പറയുന്നത് β+1 ഇൻറ്റു IB ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ കിട്ടും VTH ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IEക്ക് വരെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, β+1 ഇൻറ്റു IB ഇൻറ്റു IE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോറി, IB ഇൻറ്റു RE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. IEൻ്റെ വാല്യൂ ഞാൻ അതേപോലെ β+1 ഇൻറ്റു IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എനിക്ക് VTH കണ്ടുപിടിക്കാം. VTH ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് β+1 ഇൻറ്റു IB പ്ലസ് IB ഇൻറ്റു RE എന്നാണ് വരുന്നത്. ഇതിന് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ
ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഐ ബി എന്നുള്ള ടേമിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക, ഈ ഇക്വേഷനിൽ കോമൺ ആയിട്ട് ഐ ബിയെ പുറത്തെടുക്കുകയാണെങ്കിൽ എന്ത് വരും, എനിക്കിവിടെ കിട്ടും ഇക്വേഷൻ ഐ ബി ഇൻറ്റു ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. പിന്നെ വരുന്നത് വി ബി ആണ്. ഈ വി ബിയെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ കിട്ടും ഓൾറെഡി എന്ത് കിട്ടും, വി ടി എച്ച് മൈനസ് വി ബി. അപ്പോൾ ഞാനൊന്നും ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ ഒരു ഇക്വേഷനിൽ ഈ മൊത്തം വരുന്ന പാർട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് ഐ ബിയെ പുറത്തെടുത്തു. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ഈ വി ബി എന്നുള്ള ടേമിനെ വി ടി എച്ചിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ കിട്ടി ഐ ബി ഇൻറ്റു ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ ഈക്വൽ ടു വി ടി എച്ച് മൈനസ് വി ബി എന്ന് കിട്ടി. ഈ ഇക്വേഷൻ എനിക്ക് ഐ ബി കണ്ടുപിടിച്ചൂടെ, ഹൗ ടു ഡിറ്റർമൈൻ ഐ ബി, എല്ലാവരും നോക്കണേ. ഐ ബി ഈക്വൽ ടു, ഞാൻ ഇക്വേഷൻ ഇത് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ ഞാൻ ഐ ബി കാണുകയാണെങ്കിൽ എക്സാക്ട്ലി എന്ത് ചെയ്യാണ്, ഈ ഒരു ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എനിക്കിവിടെ ഐ ബി കിട്ടും. ഐ ബി ഈക്വൽ ടു, നിങ്ങൾ നോക്ക് എന്താ വരിക, വി ടി എച്ച് മൈനസ് വി ബി, വി ടി എച്ച് മൈനസ് വി ബി ഇ ഹോൾ ഡിവൈഡർ ബൈ ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. 3 ആണ്. ഇക്വേഷൻ നമ്പർ 2 നമ്മളിതിൽ മാർക്ക് ചെയ്തില്ല അല്ലേ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എക്സാക്ട്ലി നമ്മൾ ഇതിൽ കുറച്ച് അസംഷൻ ചെയ്യുകയാണ്. ബൈ നെഗ്ലക്റ്റിംഗ് ദ വാല്യൂ ഓഫ് വി ബി ഇ, നമ്മളിപ്പോൾ വി ബി എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി 0 എന്നുള്ള രീതിയിൽ എടുക്കും. അതുപോലെ ആർ ഇ എന്നുള്ളത് വെരി സ്മോൾ ആയിട്ട് എടുക്കും, വെരി സ്മോൾ. അപ്പോൾ നമുക്ക് ഈ രണ്ട് അസംഷനിൽ ഫൈനൽ ഐ ബി കണ്ടുപിടിക്കാം. ഐ ബി ഈക്വൽ ടു എനിക്ക് കിട്ടും, ഐ ബി ഈക്വൽ ടു, ഐ ബി ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി ടി എച്ച് ഡിവൈഡർ ബൈ ആർ ടി എച്ച് പ്ലസ് വി ടി എച്ച് ഡിവൈഡർ ബൈ ആർ ടി എച്ച് പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ഇ. അപ്പോൾ നോർമലി നമ്മളിത് മൾട്ടിപ്ലൈ ആണെങ്കിൽ ആർ ടി എച്ച് പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ഇ പ്ലസ് ആർ ഇ എന്നാണ് വരിക. ആർ ഇ എന്നുള്ളത് നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് നമ്മളതിനെ സ്കിപ്പ് ചെയ്തു. വി ബി എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് നോർമൽ കേസിൽ നമുക്ക് സിലിക്കൺ ആണോ ജർമ്മനി ആണോ നമുക്ക് തരാത്ത കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഐ ബി വെച്ച് കണ്ടുപിടിക്കാം. യെസ്. അപ്പോൾ എനിക്ക് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 നമ്മൾ ആക്ച്വലി എന്ത് കണ്ടുപിടിച്ചു, ഐ ബി കണ്ടുപിടിച്ചു, ഐ ബിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഐ ബിയിൽ നിന്ന് എക്സാക്ട്ലി എന്ത് കണ്ടുപിടിക്കാം, ഐ ബിയിൽ നിന്ന് നമുക്ക് ഐ സി കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഐ സി വരിക, ഐ സി ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഐ ബി ആണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഫൈനലി എഴുതിയിരിക്കുന്ന ഈ ഐ ബി ഇക്വേഷൻ്റെ കൂടെ ബീറ്റ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്തും കിട്ടും, ഐ സി കിട്ടും. ഐ സിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ എന്താവും ഐ സി വരിക, ഐ സി ഈക്വൽ ടു ബീറ്റ ഇൻറ്റു വി ടി എച്ച് ഡിവൈഡർ ബൈ ആർ ടി എച്ച് പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ഇ. ഇങ്ങനെ എഴുതാമല്ലോ അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഐ ബി കിട്ടി, ഐ സി കിട്ടി. ഇത് കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഈ എക്സ്പ്രഷനൊന്നും നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഐ ബി കിട്ടി, ഐ സി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ കിർച്ചോഫ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം ബേസിക്കലി. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഐ ബിയും ഐ സി ആണ് കണ്ടുപിടിച്ചത്. അപ്പം നോർമലി നമ്മൾ ഫിക്സ്ഡ് ബയാസിലും വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിലൊക്കെ ചെയ്ത പോലെ നമുക്ക് ഔട്ട്പുട്ട് ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ് ഔട്ട്പുട്ട് ലൂപ്പ്. ഈ ഔട്ട്പുട്ട് ലൂപ്പിൻ്റെ ബേസിൽ എനിക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതാം എനിക്ക് ഔട്ട്പുട്ട് ലൂപ്പ്, അപ്ലൈ കെ വി എൽ ടു ഔട്ട്പുട്ട് ലൂപ്പ്, അപ്ലൈ കെ വി എൽ ടു ഔട്ട്പുട്ട് ലൂപ്പ്. ഔട്ട്പുട്ട് ലൂപ്പിൽ ഞാൻ കെ വി എൽ അപ്ലൈ ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, വി സി സി ഈക്വൽ ടു ഇത് ഇവിടെ ക്രോസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് വി സി ആണ്. വി സി ഇ പ്ലസ് വി സി സി ഈക്വൽ ടു കറക്റ്റായിട്ട് എഴുതാം, വി സി സി ഈക്വൽ ടു വി സി ഇ പ്ലസ് ഈ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടോ, എക്സാക്ട്ലി ഇവിടെ നമുക്ക് കിട്ടുന്നത് ഐ സി ഇൻറ്റു ആർ സി ആണ് പ്ലസ് ഐ ഇൻറ്റു ആർ ഇ. ഇങ്ങനെയാവും നമുക്ക് എക്സ്പ്രഷൻ കിട്ടുക അല്ലേ, വി സി സിൻ്റെ വാല്യൂ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ
6 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ട്രാൻസിസ്റ്റർ പഠിച്ചപ്പോൾ ഐയുടെ വാല്യൂം ഐ സിയുടെ വാല്യൂം അപ്രോക്സിമേറ്റ്ലി ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐ സിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഐൻ്റെ സ്ഥാനത്ത് നമുക്ക് ഐ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടും വി സി സി ഈക്വൽ ടു വി സി ഇ പ്ലസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ഐ സി ഇൻറ്റു ആർ ഇ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, ഇവിടെ കോമൺ ആയിട്ട് വി സി സി ഈക്വൽ ടു വി സി ഇ പ്ലസ് ഐ സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, ആർ സി പ്ലസ് ആർ ഇ വരും. ഇങ്ങനെയാണല്ലോ നമ്മുടെ എക്സ്പ്രഷൻ വരിക. യെസ്, സോ ലെറ്റ് us put this as ഇക്വേഷൻ നമ്പർ 7. ഇതൊന്ന് എനിക്ക് വി സി കണ്ടുപിടിച്ചൂടെ. അപ്പോൾ എന്തായിരിക്കും വി സി വരിക, ഫൈനൽ ഇക്വേഷൻ വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ. ഈ ഫൈനൽ എക്സ്പ്രഷൻ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു നോക്കുകയാണെങ്കിൽ വി സി കണ്ടുപിടിച്ചു, അതുപോലെ കഴിഞ്ഞ എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഐ സി കണ്ടുപിടിച്ചു, അതിൻ്റെ തൊട്ട് മുന്നത്തെ എക്സ്പ്രഷനിൽ നമ്മൾ ഐ ബി കണ്ടുപിടിച്ചു, അതുപോലെ തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷനിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള സർക്യൂട്ടറിയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, അതിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഇക്വേഷൻസ് എഴുതി. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, നമ്മൾ ഇതുവരെ പഠിച്ച ബയാസിങ് സർക്യൂട്ട് പോലെയല്ല, കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിലബസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ട്രാൻസിസ്റ്റർ ബയാസിംഗ് ആണ് നമ്മൾ സിലബസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ നീഡ് പഠിച്ചു, ഓപ്പറേറ്റിംഗ് പോയിന്റ് പഠിച്ചു, കോൺസെപ്റ്റ് ഓഫ് ഡി സി ഡോട്ട് ലൈൻ പഠിച്ചു, ഫിക്സ്ഡ് ബയാസും സെൽഫ് ബയാസും വോൾട്ടേജ് ഡിവൈഡർ ബയാസും, അതുപോലെ ബയാസ് സ്റ്റെബിലൈസേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഇതിന് പുറമെ നമുക്ക് അഡീഷണലി നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അഡീഷണലി പഠിക്കാനുള്ളൊരു പാരാമീറ്റർ ഉണ്ട്, ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഫാക്ടർ. ശരിക്കും നിങ്ങളെ പഴയ റെഗുലേഷൻ പ്രകാരം സ്റ്റെബിലിറ്റി ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇത്തവണ സിലബസിൽ മെൻഷൻ ചെയ്തില്ലെങ്കിലും നമ്മളത് മാൻഡേറ്ററി ആയിട്ടും പഠിക്കേണ്ട ഒരു സംഭവമാണ്, എന്താണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന്. അപ്പോൾ നമുക്ക് 3 സ്റ്റെബിലിറ്റി ഫാക്ടേഴ്സാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓരോ സ്റ്റെബിലിറ്റി ഫാക്ടറും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണ്, നീഡ് ഓഫ് ബയാസ് സ്റ്റെബിലൈസേഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. എങ്ങനെയാണ് ലീക്കേജ് കറൻറ്റും ഐ ബിയും ബീറ്റയും കളക്ടർ കറണ്ടും ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുന്നത്, തെർമൽ റണ്ണവേ എങ്ങനെയാണ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസിൽ. അപ്പോൾ നമുക്ക് 3 സ്റ്റെബിലിറ്റി ഫാക്ടറാണ് പഠിക്കാനുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, സ്റ്റെബിലിറ്റി ഫാക്ടറിനെ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. രണ്ടാമത് പഠിക്കാനുള്ള സ്റ്റെബിലിറ്റി ഫാക്ടറിനെ എസ് ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സ്റ്റെബിലിറ്റി ഫാക്ടറിനെ എസ് ഡബിൾ ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇങ്ങനെ 3 സ്റ്റെബിലിറ്റി ഫാക്ടേഴ്സാണ് ബേസിക്കലി നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഫാക്ടർ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വാട്ട് ഈസ് സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് എന്നാണ്. സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഇൻ ഐ സി വിത്ത് വേരിയേഷൻ ഇൻ ഐ സി ഒ. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് എന്ന് പറയുന്നത്. ഐ സി ഒ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിനെയാണ് നമ്മൾ ഐ സി ഒ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഐ സിയെ വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻ പാരാമീറ്റർ ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് എന്ന് പറയാം. സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ സി ഒ. ഈ രീതിയിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ സി ഒ. അല്ലെങ്കിൽ ഇത് ശരിക്കും ബേസിക്കലി ഡിഫറൻസിയേഷനാണ് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് പറയാം എക്സാമ്പിൾ പറയുമ്പോൾ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഐ സിയെ വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ റേഷ്യോനെ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് എന്ന് പറയാം. എന്താണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഡാഷ് അല്ലെങ്കിൽ എസ് വി എന്ന് നോക്കാം. എസ് വി തന്നെ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആണ് നമ്മൾ പറയാം. സോ എസ് ഡാഷ് അല്ലെങ്കിൽ എസ് വി എന്ന് പറയുമ്പോൾ വേരിയേഷൻ ഓഫ് ഐ സി വിത്ത് ചേഞ്ച് ഇൻ വി ബി, ഇതിനെയാണ് നമ്മൾ എസ് ഡാഷ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന സ്റ്റെബിലിറ്റി ഫാക്ടറിൽ നമ്മളെ കളക്ടർ കറണ്ടിനെ വിത്ത് റെസ്പെക്ട് ടു വി ബിയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എസ് ഡാഷ് എന്ന് പറയാം. എസ് ഡാഷ് ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ ഐ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബി, അല്ലെങ്കിൽ കളക്ടർ കറണ്ടിനെ വിത്ത് റെസ്പെക്ട് ടു വി ബിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഡാഷ് കിട്ടും. മൂന്നാമത്തെ സ്റ്റെബിലിറ്റി ഫാക്ടർ നോക്കുക, എസ് ഡബിൾ ഡാഷ് അല്ലെങ്കിൽ എസ് ബീറ്റ. എസ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ എടുക്കുന്നത് എസ് ഡബിൾ ഡാഷ് അല്ലെങ്കിൽ എസ് ബീറ്റയാണ്. വേരിയേഷൻ ഇൻ ഐ സി വിത്ത്
ചേഞ്ച് ഇൻ ബീറ്റ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കളക്ടർ കറണ്ടിനെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ് ഡബിൾ ഡാഷ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ബീറ്റ. ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാം, തേർഡ് സ്റ്റെബിലിറ്റി ഫാക്ടറായ എസ് ഡബിൾ ഡാഷ് പറയാം. വാട്ട് ഈസ് മീൻ ബൈ ബീറ്റ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ബീറ്റ എന്ന് പറയുന്നത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുക, ബീറ്റ. അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ടിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുക, ബീറ്റ. അപ്പോൾ നമ്മൾ എസ് ഡബിൾ ഡാഷ് എന്താന്ന് പറഞ്ഞു, എസ് ഡാഷ് എന്താന്ന് പറഞ്ഞു, അതുപോലെ എസ് എന്താന്ന് പറഞ്ഞു. ഇത് മൂന്നും റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു കോമൺ ഇക്വേഷൻ പറയാം. സോ ദ ടോട്ടൽ സ്റ്റെബിലിറ്റി ഫാക്ടർ, സോ ദ വേരിയേഷൻ ഇൻ ഐ സി ഇൻ ടേംസ് ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ആസ്. ഈ മൂന്ന് സ്റ്റെബിലിറ്റി ഫാക്ടറും വെച്ച് നമുക്ക് ഐ സിയെ റെപ്രസെൻറ്റ് ചെയ്യാം. എസ് ഇൻറ്റു ഡെൽറ്റ ഐ സി ഒ, എസ് ഡാഷ് ഇൻറ്റു ഡെൽറ്റ വി ബി പ്ലസ് എസ് ഡബിൾ ഡാഷ് ഇൻറ്റു ഡെൽറ്റ ബീറ്റ. അപ്പോൾ എന്താണ്, എസ് ഡബിൾ ഡാഷ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പാരാമീറ്ററാണ് ബീറ്റ, എസ് ഡാഷ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പാരാമീറ്ററാണ് വി ബി, എസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പാരാമീറ്ററാണ് ഐ സി ഒ. അപ്പോൾ ഈ മൂന്നും റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ഐ സി പറയാം. എസ് ഇൻറ്റു ഡെൽറ്റ ഐ സി ഒ പ്ലസ് എസ് ഡാഷ് ഇൻറ്റു ഡെൽറ്റ വി ബി പ്ലസ് എസ് ഡബിൾ ഡാഷ് ഇൻറ്റു ഡെൽറ്റ ബീറ്റ. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ കൂടെ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച 3 ബയാസിങ് സർക്യൂട്ട് ഉണ്ടല്ലോ, ഫിക്സ്ഡ് ബയാസും കളക്ടർ ടു ബേസ് ബയാസും വോൾട്ടേജ് ഡിവൈഡർ ബയാസും. ഈ 3 സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ഡെറിവേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് നമുക്കത് അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് ബയാസിൻ്റെ കേസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. എങ്ങനെയാണ് ഞാനൊരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെ ബേസിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം. അതിൻ്റെ ഐ സി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് ഐ സി? ഐ സി എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു വി സി സി ബൈ ആർ ബി പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ഒ. ഇതാണ് സപ്പോസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചിരിക്കുന്ന കളക്ടർ കറണ്ട്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കും? സ്റ്റെബിലിറ്റി ഫാക്ടർ നമുക്കറിയാം, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ സി യു ആണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഐ സിയെ വിത്ത് റെസ്പെക്ട് ടു ഐ സി യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എക്സാക്ട്ലി എന്താ വരിക എന്ന് നോക്കുകയാണെങ്കിൽ ഡിഫറൻസിയേഷൻ ആണ് അല്ലേ. ഡിഫറൻസിയേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഐ സി യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബീറ്റ ഇൻറ്റു വി സി സി ബൈ ആർ ബി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി മാറും. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ഒ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി യുവിനെ വിത്ത് റെസ്പെക്ട് ടു ഐ സി യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഐ സി കിട്ടും. ഐ സി ഈസ് നത്തിങ് ബട്ട് ബീറ്റ പ്ലസ് 1. ബീറ്റ പ്ലസ് 1 ആണ് ബേസിക്കലി നമ്മൾ പറയുന്ന ഐ സി. അപ്പോൾ എന്താണ് ബേസിക്കലി ഐ സി അല്ല, ബീറ്റ പ്ലസ് 1 ആണ് നമുക്ക് കിട്ടുന്ന സ്റ്റെബിലിറ്റി ഫാക്ടർ എസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെ കേസിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത്? വളരെ ഈസിയാണ്. ഐ സിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു ഐ സി യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് സർക്യൂട്ടിൻ്റെയും സ്റ്റെബിലിറ്റി ഫാക്ടർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഏത് സർക്യൂട്ടിൻ്റെയും ഫൈനൽ കളക്ടർ കറണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, അതിനെ വിത്ത് റെസ്പെക്ട് ടു ഐ സി യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാം. കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബീറ്റ പ്ലസ് 1 ഡിവൈഡർ ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ സി ഡിവൈഡർ ബൈ ആർ സി പ്ലസ് ആർ ബി. ഇത് നിങ്ങൾ ഫൈനൽ കളക്ടർ കറണ്ട് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. വളരെ ഈസിയാണ്, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സെയിം വേ നമ്മളിപ്പോൾ പഠിച്ച വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഫൈനലി എനിക്ക് കിട്ടിയിരിക്കുന്ന ഐ സി ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എക്സാക്ട്ലി കിട്ടുന്നത് സ്റ്റെബിലിറ്റി ഫാക്ടർ ഈക്വൽ ടു ആർ ബി ബൈ ആർ ഇ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു വാല്യൂ പഠിച്ചു വയ്ക്കുക. കളക്ടർ ടു ബേസ് ബയാസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും വോൾട്ടേജ് ഡിവൈഡർ ബയാസിൻ്റെയും ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെയും സ്റ്റെബിലിറ്റി ഫാക്ടർ വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഫിക്സ്ഡ് ബയാസ് ആണെങ്കിൽ ബീറ്റ പ്ലസ് 1, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണെങ്കിൽ ആർ ബി ബൈ ആർ ഇ. എന്താണ് ആർ ബി എന്ന് പറഞ്ഞാൽ ഈ R1 R2 റെസിസ്റ്റൻസിന് കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു റെസിസ്റ്റൻസിനെയാണ് ആർ ബി എന്ന് പറയുക. ആർ എന്ന് പറഞ്ഞാൽ ഈ ഓൾറെഡി നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളൊരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണെങ്കിൽ ആർ ബി ബൈ ആർ ഇ, കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ടിന് ഒരു ബീറ്റ വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ, അതുപോലെ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിനും ബീറ്റ വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ. അപ്പോൾ ബീറ്റ എന്നുള്ള പാരാമീറ്റർ വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ബീറ്റയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ
മൊത്തം ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ബീറ്റ എന്നുള്ളൊരു പാരാമീറ്ററിനെ ഒരു കാരണവശാലും വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാരാമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റെബിലിറ്റി ഫാക്ടറിൽ ബീറ്റ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈലി സ്റ്റേബിൾ ആണ് ഈ സർക്യൂട്ട്, ബീറ്റ എന്നുള്ളൊരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ബേസിക്കലി, ഇതുകൊണ്ടാണ് നമ്മൾ ഇതൊരു മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൻ്റെ പറയുന്നത്. ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ദ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ഈസ് തെർമലി സ്റ്റേബിൾ. ഇത് രണ്ടുമാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക്കലി the input resistance of the circuit get affected by parallel combination of R1 and R2. It can be overcome by using two power supplies. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ യൂസ് ചെയ്യുന്ന രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R1ഉം R2ഉം. അത് യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യാം. ഇത് ഒഴിവാക്കാൻ നമ്മൾ ഒരു സപ്ലൈക്ക് പകരം രണ്ട് സപ്ലൈ കണക്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഓവർകം ചെയ്യാറുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി കാണും. 3 ബയാസിങ് സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൽ എന്താണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൻ്റെ പ്രൈമറി അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങളെ മൈൻഡിൽ വെക്കുക, ഇത്രയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എൻ്റയർലി ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. മൊഡ്യൂളിൽ എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.